എല്ലാവർക്കും ഇന്നത്തെ ദിവസത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഹോം മെയ്ഡ് ചീസാണ്. കടയിൽ നിന്നും വാങ്ങാതെ വീട്ടിൽ തന്നെ നമുക്ക് ചീസ് ഉണ്ടാക്കിയെടുക്കാം. എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞ് അമ്മയും വന്നിട്ടുണ്ട്. 1/2 ലിറ്റർ പാലാണ് ആദ്യം എടുത്തിരിക്കുന്നത്. അത് കുറച്ച് നേരം ഒന്ന് ചൂടാക്കാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. പാൽ തിളപ്പിക്കൊന്നും വേണ്ട, തിളച്ചാൽ നമ്മുടെ ചീസ് ഹാർഡായി പോകും. ഇനി പാലൊന്ന് പിരിച്ചെടുക്കണം. അതിന് വിനാഗിരി എടുത്തിട്ടുണ്ട്. ഒരു 2 സ്പൂൺ വിനാഗിരി എടുത്ത് പാലിലൊഴിച്ച് ചെറുതായിട്ടൊന്ന് ഇളക്കിയെടുത്ത് നമ്മുടെ പാല് നല്ലതുപോലെ പിരിയിച്ചെടുക്കണം. ഇതുപോലെ. ഇനി ഇത് തുണിയിലേക്കോ അരിപ്പയിലേക്കോ മാറ്റി നല്ലതുപോലെ അരിച്ചെടുക്കണം. വെള്ളം പിഴിഞ്ഞ് മാറ്റാൻ സഹായിക്കുന്നത് അമ്മയാണേ. വെള്ളം പിഴിഞ്ഞ് മാറ്റി കളഞ്ഞതിന് ശേഷം അത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മൾ പിഴിഞ്ഞ് മാറ്റിയ വെള്ളം കളയരുത്. ആമിക്കുട്ടിയും കൂടെ വന്നിട്ടുണ്ട്. ഇത്ര നേരം ആമിക്കുട്ടി നല്ല ഉറക്കമായിരുന്നു. ഇപ്പം എന്താ എഴുന്നേറ്റ് വന്നതേ ഉള്ളൂ. ഇനിതാ നമ്മൾ പിഴിഞ്ഞ് മാറ്റി വെച്ച വെള്ളത്തിൽ നിന്നും പനീറിലേക്ക് ഒരു 2-3 സ്പൂൺ വെള്ളം ഒഴിച്ച് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കണം. തരികളൊന്നുമില്ലാതെ നല്ലതുപോലെ സ്മൂത്തായിട്ട് വേണം അരച്ചെടുക്കേണ്ടത്. അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന വെള്ളം നമുക്കിനി ആവശ്യമില്ലേ. അരച്ച് വെച്ചിരിക്കുന്ന ക്രീം നമുക്കിനി ഒരു പാത്രത്തിലേക്ക് മാറ്റണം. ഇനി നമുക്ക് ജെലാറ്റിനാണ് വേണ്ടത്. ജെലാറ്റിൻ ഒരു 2 സ്പൂൺ എടുക്കണം. അതിൻ്റെ കൂടെ തന്നെ 1 കപ്പ് പാലും കൂടെ വേണം. ജെലാറ്റിന് പകരം ചൈന ഗ്രാസ് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇനി ആ പാലിൽ നിന്നും ഒരു 2-3 സ്പൂൺ പാല് ജെലാറ്റിനിലേക്ക് ഒഴിച്ച് കുതിർക്കാൻ വെക്കണം. ഇനി നമ്മൾ എടുത്തിരിക്കുന്ന ക്രീമിലേക്ക് ബാക്കിയുള്ള പാലൊഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണം. ഇതിലേക്ക് ഇനി നമ്മൾ കുതിർത്തി വെച്ചിരിക്കുന്ന ജെലാറ്റിൻ ഇട്ട് കൊടുക്കാം. ഇനി ഇത് വീണ്ടും നമുക്ക് ഗ്യാസിലോട്ട് വയ്ക്കാം. ഗ്യാസിൽ വെക്കുമ്പം മീഡിയം ഫ്ലെയിം വെക്കാൻ ശ്രദ്ധിക്കണം. ജെലാറ്റിനും നെയ്യും ഒക്കെ പാലിൽ നല്ലതുപോലെ മിക്സ് ആവുന്നിട്ട് വരെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇത് നമുക്ക് തിളയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. തിളച്ച് കഴിഞ്ഞാൽ എല്ലാം സെപ്പറേറ്റ് ആയി പോകും. ഇതുപോലെ എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ആയാൽ മതി. മിക്സ് ആയതിനു ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 2 നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. ഒരു ലൈറ്റ് യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയാണ്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് നേരത്തേക്കൊന്ന് തണുക്കാൻ വെക്കണം. ഇനി നമ്മുടെ ചീസ് സെറ്റാക്കാൻ വെക്കാൻ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു പ്ലേറ്റ് എടുത്താൽ മതി കേട്ടോ. അതിലേക്ക് നെയ്യ് നല്ലതുപോലെ ഒന്ന് തടവി കൊടുക്കാം. നെയ്യ് തൂത്തതിന് ശേഷം പ്ലേറ്റിലേക്ക് നമ്മുടെ ക്രീം ചീസ് ഒഴിച്ചു കൊടുക്കണം. ഒരു പ്ലേറ്റിൽ ഒഴിച്ചതിന് ശേഷം നമുക്ക് ക്രീം ചീസ് ബാക്കി മിച്ചമുണ്ട് കേട്ടോ. അത് വേറൊരു പ്ലേറ്റിലോട്ടും കൂടെ ഒഴിച്ചു കൊടുക്കാം. അതിലേക്കും അമ്മയാണ് നെയ്യ് തൂത്ത് കൊടുത്തത്. ബാക്കി അമ്മ തന്നെ ഒഴിച്ചും വെച്ചു. 2 പ്ലേറ്റിലും കൂടെ നമുക്ക് ഇത്രയും ക്രീം ചീസ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ 2 മണിക്കൂർ ഫ്രിഡ്ജിൽ സെറ്റാക്കാൻ വെക്കണം. 2 മണിക്കൂറത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന നമ്മുടെ ചീസ് എടുത്തിട്ടുണ്ട്. നമ്മുടെ ചീസ് നമുക്ക് നല്ലതുപോലെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി അത് നമുക്ക് പ്ലേറ്റിൽ നിന്ന് എടുക്കാം. നല്ലൊരു ഷീറ്റ് പോലെ നമ്മുടെ ചീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അത് നമുക്ക് കട്ട് ചെയ്യാവേ. നമ്മുടെ ഹോം മെയ്ഡ് ചീസ് ആയതുകൊണ്ട് നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ഹോം മെയ്ഡ് ചീസ് റെഡി ആയിട്ടുണ്ട്. ഇനി കടയിൽ നിന്ന് വാങ്ങാതെ വീട്ടിൽ തന്നെ എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കണേ. ഉറപ്പായിട്ട് നമ്മുടെ ഹോം മെയ്ഡ് ചീസ് അടിപൊളിയാകും.